പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരുപാട് ആളുകൾ ചോദിച്ച സംശയമാണ്. ഒരുപാട് ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്ലാസ് ആണ്. അഥവാ ളുഹാ നിസ്കാരത്തിനെ കുറിച്ചാണ്. ളുഹാ നിസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ളുഹാ നിസ്കാരം എത്ര റക്അത്താണ്? ളുഹാ നിസ്കാരത്തിൽ ഏത് സൂറത്താണ് ഓതേണ്ടത്? ളുഹാ നിസ്കാരം എപ്പോഴാണ് നിസ്കരിക്കേണ്ടത്? ളുഹാ നിസ്കാരത്തിന്റെ നിയ്യത്ത് എന്താണ്? ഇങ്ങനെ ളുഹാ നിസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ പറയുന്നുണ്ട്. ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റിത്തരട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹു അകറ്റി കൊടുക്കട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവർക്കും റാഹത്തല്ലേ? ഇൻഷാ അല്ലാഹ് ഖൽബ് അറിഞ്ഞുകൊണ്ട്, മനസ്സറിഞ്ഞുകൊണ്ട് എല്ലാവരും ഒരു അൽഹംദുലില്ലാ പറയൂ. അൽഹംദുലില്ലാ. ആ അൽഹംദുലില്ലാ എല്ലാവരും ഒന്ന് കമന്റിൽ എഴുതി വിടണം. ആരൊക്കെയാണ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മളെ എല്ലാ കഷ്ടപ്പാടുകളും അകറ്റിത്തരട്ടെ. മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരുപാട് ആളുകൾ ചോദിച്ച ഒരു സംശയമാണ്. ഒരുപാട് ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അഥവാ ളുഹാ നിസ്കാരത്തിനെ കുറിച്ചാണ്. പല ആളുകൾക്കും ളുഹ നിസ്കരിക്കണമെന്നുണ്ട്, പക്ഷേ ളുഹാ നിസ്കാരത്തിനെ കുറിച്ച് അറിയൂല. എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് പല ആളുകൾക്കും അറിയൂല. ഇൻഷാ അല്ലാഹ് ളുഹാ നിസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ പറയുന്നുണ്ട്. ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് വളരെയേറെ പോരിശകളും പുണ്യങ്ങളും നിറഞ്ഞ ഒരു നിസ്കാരമാണ് ളുഹാ നിസ്കാരം എന്ന് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ളുഹാ നിസ്കാരം നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ അള്ളാഹു നമ്മൾക്ക് നൽകുന്നുണ്ട് എന്ന് മുത്തുനബി പറയുന്നുണ്ട്. ഒരാൾ ളുഹാ നിസ്കാരം പതിവാക്കി കഴിഞ്ഞാൽ ഒരൊറ്റ ളുഹാ നിസ്കാരം കൊണ്ട് 360 സ്വതക്ക ചെയ്ത പ്രതിഫലം അള്ളാഹു കൊടുക്കുമെന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. എത്ര സ്വതക്ക? 360 സ്വതക്ക ചെയ്ത പ്രതിഫലം ഒരൊറ്റ ളുഹാ നിസ്കാരം കൊണ്ട് അള്ളാഹു ഒരാൾക്ക് നൽകുന്നുണ്ട്. അപ്പൊ എല്ലാ ദിവസവും ളുഹ നിസ്കരിച്ചു കഴിഞ്ഞാൽ എത്ര സ്വതക്കയുടെ പ്രതിഫലമാണ് അള്ളാഹു നമ്മൾക്ക് നൽകുന്നത്. ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ളുഹാ നിസ്കാരം നല്ലതാണ്. കാരണം സ്വതക്കയുടെ ഒരു പ്രതിഫലം അതാണ്. ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. ളുഹാ നിസ്കരിക്കാൻ അള്ളാഹു മനസ്സ് നൽകട്ടെ. അതുപോലെ ളുഹാ നിസ്കാരം വസിയ്യത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സഹാബിമാരോട് വസിയ്യത്ത് ചെയ്തതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ വസിയ്യത്താണ് ളുഹാ നിസ്കാരം എന്ന് പറയുന്നത്. മുത്തുനബി ജീവിതത്തിൽ പകർത്തിയതാണ് ളുഹാ നിസ്കാരം എന്ന് പറയുന്നത്. മൂന്നാമത്തെ മഹത്വം, സ്വാലിഹീങ്ങൾക്കല്ലാതെ ളുഹാ നിസ്കാരം പതിവാക്കാൻ കഴിയൂല. നമ്മൾ ഒരു പ്രാവശ്യം ളുഹ നിസ്കരിച്ചു, അതല്ലെങ്കിൽ റമദാൻ മാസം വന്നാൽ ളുഹ നിസ്കരിച്ചു, റമദാൻ കഴിഞ്ഞാൽ ളുഹ പിന്നെ നിസ്കരിക്കുന്നില്ല. ശഅബാൻ മാസം വന്നപ്പോൾ ളുഹ നിസ്കരിച്ചു, ശഅബാൻ മാസം കഴിഞ്ഞു, റമദാനും കഴിഞ്ഞു, ശവ്വാൽ എത്തിയപ്പോ പിന്നെ ളുഹ നിസ്കരിക്കുന്നില്ലെങ്കിൽ അവൻ യഥാർത്ഥ സ്വാലിഹല്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ യഥാർത്ഥ മുഅ്മിനായിട്ടില്ല. കാരണം യഥാർത്ഥ സത്യവിശ്വാസികൾക്ക്, യഥാർത്ഥ മുഅ്മിനീങ്ങൾക്ക് ളുഹാ നിസ്കാരം പതിവായി നിസ്കരിക്കാൻ കഴിയൂ എന്ന് മഹത്തുക്കള് അവർ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു നമ്മളെ എല്ലാവരെയും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ. ളുഹാ നിസ്കാരം പതിവായി നിസ്കരിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അതുപോലെ ളുഹാ നിസ്കാരത്തിന്റെ മറ്റൊരു മഹത്വമാണ്, മലക്കുകള് ഒരുപാട് ദിക്റുകളും പ്രാർത്ഥനകളും നടത്തുന്ന ഒരു സമയമാണ് ളുഹാ നിസ്കാരത്തിന്റെ സമയം. അതിൽ നമ്മൾക്ക് ഉൾപ്പെടാൻ കഴിയും. കാരണം ആ സമയത്ത് മലക്കുകൾ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മലക്കുകൾ ആ സമയത്ത് ളുഹാ നിസ്കാരത്തിന്റെ സമയത്ത് ഒരുപാട് ദിക്റുകളും സലാത്തുകളും ചൊല്ലുന്നുണ്ട്. ആ മലക്കുകളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ. അഞ്ചാമത്തെ പ്രതിഫലം നമ്മളെ പാപങ്ങൾ പൊറുക്കുകയാണ്. 2 റക്അത്ത് നിസ്കരിച്ചാൽ നമ്മളെ പാപങ്ങൾ അള്ളാഹു പൊറുക്കൂലേ? എന്തിനാണ് ളുഹാ നിസ്കാരം ഒഴിവാക്കുന്നത്? നിലനിർത്താനുള്ള തൗഫീക്ക് നൽകണേ റഹ്മാനെ. ആറാമത്, നമ്മളെ മുറാദുകൾ ഹാസിലാവാൻ ളുഹാ നിസ്കാരം നല്ലതാണ്.
ഒരുപാട് മുറാദുകൾ നമുക്കുണ്ട്. നല്ല വീട് വേണം, മക്കളുടെ വിവാഹം ശരിയാവണം, കടങ്ങളൊക്കെ വീടണം, വീടും സ്ഥലവും നല്ല നിലക്ക് വിറ്റുപോകണം, അതുപോലെ തന്നെ ബാങ്കിൽ വെച്ച സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചെടുക്കണം, ബാങ്കിൽ വെച്ച അതേ വീടിന്റെ ആധാരങ്ങൾ തിരിച്ചെടുക്കണം. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ദുഹാ നിസ്കാരം പതിവാക്കിക്കോ. നിന്റെ ദുനിയാവിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അത് പരിഹാരമാണ്. ദുഹാ നിസ്കാരം അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ പരിപൂർണമായ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം അള്ളാഹു നമ്മൾക്ക് നൽകുകയാണ്. എത്ര ആളുകളുണ്ട് ഹജ്ജ് ചെയ്യാൻ കഴിയാതെ, അല്ലെ? പൈസ വേണ്ടേ? ഹജ്ജ് ചെയ്യണമെങ്കിൽ കാശ് വേണം, 5 ലക്ഷം വേണം, ലക്ഷങ്ങൾ വേണം. നമ്മളവിടെ പല ആളുകളുടെ കയ്യിലും ക്യാഷ് ഇല്ല. എന്നാൽ ഹജ്ജ് ചെയ്ത പ്രതിഫലം ലഭിക്കുന്ന ഒരു സൽക്രമമാണ് ളുഹാ നിസ്കാരം പതിവാക്കുക എന്നുള്ളത്. ടെൻഷൻ മാറാൻ ളുഹാ നിസ്കാരം നല്ലതാണ്. എത്രയോ ആളുകൾ ടെൻഷൻ കാരണം പ്രയാസത്തിലാണ്. ഭർത്താവിന്റെ കാര്യം ആലോചിച്ച്, മക്കളുടെ കാര്യം ആലോചിച്ച്, കടത്തിന്റെ കാര്യം ആലോചിച്ച് നിന്റെ ഏതേത് ടെൻഷനുകളുണ്ടോ ആ ടെൻഷൻ മാറാൻ ളുഹാ നിസ്കാരം ജീവിതത്തിൽ മുറുകെ പിടിച്ചോ. അതുപോലെ തന്നെ സ്വർഗത്തിൽ ളുഹാ എന്ന് പറയുന്ന ഒരു കവാടമുണ്ട്. ആ കവാടത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുകയാണ്. അഥവാ സ്വർഗം നൽകും ളുഹാ നിസ്കാരം പതിവാക്കിയാൽ. രോഗങ്ങൾ മാറാൻ ളുഹാ നിസ്കാരം പതിവാക്കിക്കോ. ദുനിയാവിന്റെ കാര്യമാണ് അതൊക്കെ. എത്രയോ ആളുകൾ ക്യാൻസർ രോഗികളാണ്, പ്രഷർ ഉള്ളവരുണ്ട്, ഷുഗർ ഉള്ളവരുണ്ട്, കണ്ണുവേദന, കാലുവേദന, ഊരവേദന, ഗർഭാശയത്തിൽ മുഴയുള്ള ആളുകൾ, പുറത്ത് പറയാൻ മടിയുള്ള അസുഖമുള്ള ആളുകള്, നിന്റെ ഏതേത് രോഗമാകട്ടെ ളുഹാ നിസ്കാരം പതിവാക്കിക്കോ. അള്ളാഹു ശമനം ശിഫ നൽകുകയാണ്. അള്ളാഹു ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ളുഹാ നിസ്കരിച്ചാൽ നമ്മൾക്ക് ലഭിക്കുമെന്ന് മഹത്തുക്കൾ അവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ളുഹ നിസ്കരിക്കേണ്ടത്? എപ്പോഴാണ് ളുഹ നിസ്കരിക്കേണ്ടത്? ഒരുപാട് ആളുകളുടെ സംശയമാണ്. ളുഹാ നിസ്കാരത്തിന്റെ ഏറ്റവും ഉത്തമമായ സമയം ഒരു 9 മണി, അതായത് 9:30, ഒരു 10 മണിക്കാണ് ളുഹാ നിസ്കാരത്തിന്റെ ഏറ്റവും ഉത്തമമായ സമയം. ഇനി ഒരു 8 മണിക്ക് സ്കൂൾ പോകുന്ന കുട്ടികളാണെങ്കിൽ ഒരു 8 മണി ആയാൽ അവർക്ക് ളുഹ നിസ്കരിക്കാം. ഒരു 8:30 ആയാൽ ളുഹ നിസ്കരിക്കാം. 8:20 ആയാൽ ളുഹ നിസ്കരിക്കാവുന്നതാണ്. ഏറ്റവും നല്ലത് ഒരു 10 മണി, 9:30, 9 മണിയാണ്. ഇനി അവസാനത്തെ സമയം എപ്പോഴാ? ളുഹർ നിസ്കാരം വരെ ളുഹ നിസ്കരിക്കാവുന്നതാണ്. ഇനി ഒരാൾക്ക് ളുഹാ നിസ്കാരം ഖളാ ആയാലോ? എല്ലാ ദിവസവും ളുഹ നിസ്കരിക്കുന്ന ഒരാൾക്ക് ഒരു ദിവസം എന്തെങ്കിലും കാരണം ളുഹാ നിസ്കാരം ഖളാ ആയി കഴിഞ്ഞാൽ, അവനക്ക് ഓർമ്മ വന്നാൽ ആ ഓർമ്മ വന്ന സമയത്ത് ഖളാ വീട്ടാവുന്നതാണ്. പിന്നെ അടുത്ത ദിവസത്തെ ളുഹാന്റെ സമയം വരെ കാത്തു നിൽക്കണം എന്നില്ല. ആ ദിവസം തന്നെ അസറിന്റെ ശേഷമാണ് അവനക്ക് ഓർമ്മ വന്നത്, അസറിന്റെ ശേഷം നിസ്കരിക്കാം. ഇശാ നിസ്കരിക്കുന്ന സമയത്താണ് ഓർമ്മ വന്നതെങ്കിൽ ആ സമയത്ത് നിസ്കരിക്കാം. അപ്പൊ ളുഹ നിസ്കാരം ഖളാ വീട്ടാൻ പറ്റുന്ന നിസ്കാരമാണ്. അതുകൊണ്ട് എല്ലാ ആളുകളും ളുഹാ നിസ്കാരം പതിവാക്കുക. ഇനി ളുഹ നിസ്കരിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്, ളുഹാ നിസ്കാരം ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരമാണ്. ഭാര്യയും ഭർത്താവും നിസ്കരിക്കേണ്ട ഒരു നിസ്കാരമല്ല ളുഹാ നിസ്കാരം. ഒറ്റക്കൊറ്റക്ക് നിസ്കരിക്കേണ്ട നിസ്കാരമാണ് ളുഹാ നിസ്കാരം. അങ്ങനെ ചില നിസ്കാരങ്ങളുണ്ട്, ആ നിസ്കാരങ്ങൾക്ക് ജമാഅത്ത് സുന്നത്തില്ല. അഥവാ തഹജ്ജുദ് നിസ്കാരം, അതുപോലെ തന്നെ ഫർള് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് നിസ്കാരം, അതിനൊന്നും ജമാഅത്ത് സുന്നത്തില്ല. അതുപോലെ തന്നെയാണ് ളുഹാ നിസ്കാരവും ജമാഅത്ത് സുന്നത്തില്ല. അതുപോലെ തന്നെ ളുഹാ നിസ്കാരത്തിന്റെ മുമ്പ് ബാങ്ക് കൊടുക്കൽ പ്രത്യേക സുന്നത്തൊന്നുമില്ല. ഇനി ഇഖാമത്തും കൊടുക്കേണ്ടതില്ല, 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. ഏറ്റവും കൂടിയത് ളുഹാ നിസ്കാരം 8 റക്അത്താണ്. ഏറ്റവും കൂടിയത് ളുഹാ നിസ്കാരം 8 റക്അത്താണ്. ഏറ്റവും കുറഞ്ഞത് 2 റക്അത്താണ്. ആ 2 റക്അത്തെങ്കിലും ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ ശ്രമിക്കുക. അപ്പൊ ളുഹാ നിസ്കാരം 2 റക്അത്ത് നിസ്കരിക്കുക, 4 റക്അത്ത് നിസ്കരിക്കുക, 6 റക്അത്ത് നിസ്കരിക്കുക, 8 റക്അത്ത് നിസ്കരിക്കുക. ഇരട്ടയായ രൂപത്തിൽ നമ്മൾക്ക് നിസ്കരിക്കാവുന്നതാണ്. 3 റക്അത്ത് നിസ്കരിക്കാൻ പറ്റൂല, 3 റക്അത്ത് നിസ്കരിക്കാൻ പറ്റൂല, 5 റക്അത്ത് നിസ്കരിക്കാൻ പറ്റൂല. ഈ 2 റക്അത്തായിട്ടാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്. ആദ്യം 2 റക്അത്ത്, 4 റക്അത്ത് ളുഹ നിസ്കരിക്കുന്ന ആൾ എങ്ങനെ നിസ്കരിക്കുക? ആദ്യം 2 റക്അത്ത്, പിന്നെ സലാം വീട്ടുക, പിന്നെ 2 റക്അത്ത്. അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. റക്അത്താണ് നിസ്കരിക്കുന്നതെങ്കിൽ 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. 4 റക്അത്താണെങ്കിൽ 4 റക്അത്ത് നിസ്കരിക്കുക. 6 റക്അത്ത് നിസ്കരിക്കാൻ പോകുന്നുണ്ടെങ്കിൽ 6 റക്അത്ത് നിസ്കരിക്കുക. 8 റക്അത്ത് വരെ അങ്ങനെ നിസ്കരിക്കാം. 3 റക്അത്ത് നിസ്കരിക്കാൻ പറ്റൂല. ഈ 2 റക്അത്തായിട്ടാണ് ളുഹ നിസ്കരിക്കേണ്ടത് എന്ന് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 2 റക്അത്തായി നിസ്കരിക്കുക. ആദ്യം 2 റക്അത്ത് നിസ്കരിക്കുക, സലാം വിട്ടുക, പിന്നെ 2 റക്അത്ത് നിസ്കരിക്കുക, സലാം വിട്ടുക. അപ്പൊ 4 റക്അത്തായി. ഇനി ഒരാൾ 2 റക്അത്തിൽ ചുരുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ 2 റക്അത്തെങ്കിലും ജീവിതത്തിൽ എല്ലാ ദിവസവും പതിവാക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ ളുഹാ നിസ്കാരം പുരുഷന്മാർക്ക് പള്ളിയിൽ വെച്ച് നിസ്കരിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്.
ഉമ്മമാര് പിന്നെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകേണ്ടതില്ല, അങ്ങനെ ഒരു കൽപ്പന ഇസ്ലാമിൽ ഇല്ലാത്തത് കൊണ്ട് ഉമ്മമാര് വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ തന്നെ പള്ളിയിൽ നിന്ന് നിസ്കരിച്ച പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് നൽകും. പിന്നെ എന്തിനാ നിങ്ങൾ പള്ളിക്ക് പോണത്? അപ്പൊ പുരുഷന്മാർക്ക് ദുഹാ നിസ്കാരം പള്ളിയിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്നും മഹത്തുക്കൾ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ദുഹാ നിസ്കാരത്തിന്റെ സമയം എപ്പോഴാണെന്ന് അറിയില്ല എന്ന് ആരും പറയരുത്. ദുഹാ നിസ്കാരത്തിന്റെ റക്അത്തുകളുടെ എണ്ണം എത്രയാണ് അറിയില്ല എന്ന് ആരും പറയരുത്. ഈ ദാറുൽ മുബീൻ ക്ലാസ് കേൾക്കുന്ന ആരും അങ്ങനെ പറയരുത്. എല്ലാവർക്കും കൃത്യമായി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി എന്റെ പ്രിയമുള്ളവരെ, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? അതാണ് പല ആളുകളുടെയും സംശയം. ആദ്യം നിയ്യത്ത് വെക്കണം. ഏതൊരു സൽക്രമം ചെയ്യുകയാണെങ്കിലും നിയ്യത്ത് വെക്കണം. പ്രത്യേകിച്ച് നിസ്കാരത്തിന് നിയ്യത്ത് നിർബന്ധമാണ്. നിസ്കാരത്തിന്റെ ഫർളുകളിൽ ഒന്നാമത്തത് നിയ്യത്താണ്. അപ്പൊ എങ്ങനെയാണ് ളുഹാ നിസ്കരിക്കുമ്പോൾ നിയ്യത്ത് വെക്കുക? എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുക. ഉസല്ലി സുന്നത്തുൽ ളുഹാ റകഅതൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. എങ്ങനെ? ഉസല്ലി സുന്നത്തുൽ ളുഹാ റകഅതൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. ളുഹാ നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു. നിയ്യത്ത് തെറ്റരുതേ. അറബിയിൽ വെക്കുകയാണെങ്കിൽ ഉസല്ലി സുന്നത്തുൽ ളുഹാ റകഅതൈനി മുതവജ്ജിഅൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. ളുഹാ എന്ന സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബിലക്ക് മുന്നിട്ട് ഞാൻ നമസ്കരിക്കുന്നു. ഇനി ഒരാൾ 4 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിലും ആദ്യം 2 റക്അത്ത് നിസ്കരിക്കുക, അപ്പോഴും നിയ്യത്ത് ഇങ്ങനെ തന്നെയാണ്. പിന്നെ സലാം വിട്ടുക, പിന്നെ അടുത്ത 2 റക്അത്ത് നിസ്കരിക്കുക, അപ്പോഴും നിയ്യത്ത് ഇങ്ങനെ തന്നെയാണ് വെക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ ഈ 2 റക്അത്തിലും നിയ്യത്ത് നിർബന്ധമാണ്. ഇതാരും മറന്നു പോകരുത്. അങ്ങനെ നിയ്യത്ത് വെച്ചാൽ എന്താ പിന്നെ ചെയ്യേണ്ടത്? അല്ലാഹു അക്ബർ തക്ബീർ ഇട്ടുക. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ തക്ബീർ കെട്ടിയിട്ട് വജ്ജഹത്ത് ഓതുക. എല്ലാ നിസ്കാരത്തിലും വജ്ജഹത്ത് ഓതണം. വജ്ജഹത്ത് ഒഴിവാക്കരുത്, അത് പുണ്യമുള്ള ഒരു ഇബാദത്താണ്. അപ്പൊ വജ്ജഹത്ത് ഓതുക. വജ്ജഹത്ത് ഓതിയതിനു ശേഷം ഔദ് ഓതണം. ഔദ് ഒഴിവാക്കരുത്. ഔദ് ഓതി കഴിഞ്ഞതിന് ശേഷം ഫാത്തിഹ സൂറത്ത് ഓതുക. ഫാത്തിഹ സൂറത്ത് എല്ലാവർക്കും അറിയാലോ. ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്. ഏത് സൂറത്താണ് ഓതേണ്ടത്? സൂറത്തു ശംസാണ് ഒന്നാമത്തെ റക്അത്തിൽ ഓതേണ്ടത്. ഏതാണ് സൂറത്തു ശംസ്? വശംസി വളുഹാഹാ വൽ ഖമരി ഇദാ തലാഹാ വന്നഹാരി ഇദാ ജല്ലാഹാ വല്ലൈലി ഇദാ യഗ്ശാഹാ വസ്സമാഇ വമാ ബനാഹാ. ഇതാണ് സൂറത്തു ശംസ്. ഇതറിയുന്ന ആളുകൾ ഇത് ഓതുക. അറിയാത്ത ആളുകൾ തെറ്റിച്ച് ഓതാൻ നിൽക്കണ്ട. നിങ്ങൾ സൂറത്തുൽ കാഫിറൂൻ ഓതാ മതി. സൂറത്തു ശംസ് ഓതാൻ അറിയാത്ത ആളുകൾ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹക്ക് ശേഷം സൂറത്തുൽ കാഫിറൂൻ ഓതുക. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. ഞാൻ അത് ഓതാൻ അറിയില്ലെങ്കിലോ? സൂറത്തു ശംസും അറിയില്ല, സൂറത്തുൽ കാഫിറൂനും അറിയില്ല, എന്നാ അവിടെ ബിസ്മി അല്ലാ മതി. ബിസ്മി അല്ലിട്ട് റുകൂക്ക് പോയാൽ മതി. അല്ല നിങ്ങൾക്ക് കുൽ ഹുവല്ലാഹു സൂറത്തുൽ ഇഖ്ലാസ് അറിയുമെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ മതി ഒന്നാമത്തെ റക്അത്തില്. സൂറത്തു ശംസും സൂറത്തുൽ കാഫിറൂനും അറിയാത്ത ആളുകൾക്കുള്ള ഓപ്ഷനാണ് ഞാനിപ്പോ പറഞ്ഞത്. അങ്ങനെ ഒന്നാമത്തെ റക്അത്ത് പൂർത്തിയാക്കി. പിന്നെ 2ാമത്തെ റക്അത്തിലേക്ക് എണീറ്റ് നിൽക്കുക. 2ാമത്തെ റക്അത്തിൽ ഔദ് ഓതുക, ഫാത്തിഹ സൂറത്ത് ഓതുക. അതിനുശേഷം ഏത് സൂറത്താണ് ഓതേണ്ടത്? സൂറത്തുൽ ളുഹാ. ആണോ? ളുഹാ നിസ്കാരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ളുഹാ. അതാണ് 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹ സൂറത്തിന് ശേഷം നമ്മൾ ഓതേണ്ടത്. ഏതാണ് സൂറത്തുൽ ളുഹാ? വല്ളുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ അലം യജിദ്ക യതീമൻ ഫആവാ. ഇതാണ് 2ാമത്തെ റക്അത്തിൽ ഓതേണ്ടത്. അത് അറിയാത്ത ആളുകൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ മതി. അതും അറിയാത്ത ആളുകൾ ഫാത്തിഹ സൂറത്തിന് ശേഷം ഒരു ബിസ്മി ചൊല്ലിയിട്ട് റുക്കൂയിലേക്ക് പോവുക. അങ്ങനെ റുക്കൂയിലേക്ക് പോയി അത്തഹിയാത്ത് മുഴുവനായി ചൊല്ലി സലാം വീട്ടുക. സലാം വീട്ടിയാൽ വേഗം അടുക്കളയിലേക്ക് പോവുകയല്ല ചെയ്യേണ്ടത്, അവിടെ ഇരിക്കുക. അവിടെ ഇരുന്നു കൊണ്ട് അള്ളാഹിനോട് ദുആ ചെയ്യണ്ടേ? ദുആ ചെയ്യുന്നതിന്റെ മുമ്പ് ഒരു ദിക്ർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതൊരു 100 പ്രാവശ്യം ചെല്ലണേ. 100 പ്രാവശ്യം ചെല്ലാൻ പ്രയാസമുള്ള ആളുകൾ ഒരു 17 പ്രാവശ്യമെങ്കിലും ചെല്ലുക. 100 പ്രാവശ്യം ചെല്ലലാണ് ഉത്തമം. വളരെ ചെറിയ ഒരു ദിക്റാണ്. എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കിക്കോളൂ. റബ്ബിഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ ഇന്നക അന്തത് തവ്വാബുർ റഹീം. റബ്ബിഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ
ഇന്നക അൻത തവ്വാബുർ റഹീം. എങ്ങനെ? റബ്ബിഗ്ഫിർലി, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പൊറുക്കണേ, വർഹംനി നിന്റെ കാരുണ്യം നൽകണേ അല്ലാ, വതുബ് അലയ്യ ഞങ്ങളെ തൗബ സ്വീകരിക്കണേ റബ്ബേ, ഇന്നക അൻത തവ്വാബുർ റഹീം നീയാണ് ഏറ്റവും തൗബ സ്വീകരിക്കുന്നവൻ. തൗബ സ്വീകരിക്കുന്നവരിൽ വെച്ച് ഏറ്റവും തൗബ സ്വീകരിക്കാൻ അർഹത നിനക്കാണ് റബ്ബേ. ഇതാണ് അതിന്റെ ആശയം. അപ്പോൾ ഈ പ്രാർത്ഥന ഒരു 100 പ്രാവശ്യമോ ഒരു 17 അല്ലെങ്കിൽ 33 അങ്ങനെ നമുക്ക് കഴിയുന്നത്ര ചൊല്ല. റസൂലുള്ളാഹ് 100 പ്രാവശ്യം ചൊല്ലിയിരുന്നു എന്നൊക്കെ ഹദീസിൽ കാണാവുന്നതാണ്. അങ്ങനെ ചൊല്ലിയിട്ട് അറിയുന്ന ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് എൻ്റെ പ്രിയമുള്ളവരെ നിങ്ങൾ ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ദുനിയാവിന്റെ പ്രയാസങ്ങളൊക്കെ മാറും. ആഖിറത്തിൽ അല്ലാഹു രക്ഷ നൽകും, വലിയ പ്രതിഫലം അല്ലാഹു നൽകും, സ്വർഗം നൽകി അല്ലാഹു അനുഗ്രഹിക്കും. അല്ലാഹുവേ ഈ പരിശുദ്ധമായ റജബ് മാസം മുതലെങ്കിലും ദുഹാ നിസ്കാരം പതിവാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ, മനസ്സ് നൽകണേ അല്ലാ, ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റിത്തരണേ റബ്ബേ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് നടക്കും. ആ മജ്ലിസ് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് സന്തോഷവും സമാധാനവും ലഭിക്കുന്നുണ്ട്. ഒരുപാട് ആളുകളുടെ പ്രയാസം മാറിയിട്ടുണ്ട്, ഒരുപാട് ആളുകളുടെ കടങ്ങൾ വീടിയിട്ടുണ്ട്, ഒരുപാട് ആളുകളുടെ കളഞ്ഞുപോയ സ്വർണ്ണാഭരണങ്ങൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ മജ്ലിസാണ്. അത് എന്റെ മഹത്തല്ല, നമ്മൾ ചൊല്ലുന്ന ദിക്റിന്റെ സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബർക്കത്താണ്. അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക. 6 മണിക്ക് പങ്കെടുക്കാൻ പ്രയാസമുള്ള ആളുകൾ നിങ്ങളെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞിട്ട് എപ്പോഴാണോ നിങ്ങൾക്ക് സമയമുള്ളത് ആ സമയത്ത് ആ മജ്ലിസിൽ പങ്കെടുക്കുക, പുണ്യങ്ങൾ നേടുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.